ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളോ ആരുമില്ല, ഞാനും ഡാഡിയും മാത്രമേ ഉള്ളൂ. ഡോണും ഉണ്ട്. ഡോൺ രാവിലെ ഹബ്ബിൽ പോയി, ഡാഡി ഇതുപോലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോയി. അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കിട്ടിയ സമയം കൊണ്ട് പണികൾ എടുക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർക്കുക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സാരില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, പിന്നെ അതൊരു മുടക്കമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ പതിവ് പോലെ രാവിലെ എണീറ്റു. നല്ല ഒരു അന്തരീക്ഷം, വേറെ എന്താ പറയുക, കുറേ വെയിലുമില്ല എന്നാൽ മഴയുമില്ല, നല്ല ഡിസംബർ മാസത്തിലെ ആ ഒരു മഞ്ഞും ഇതൊക്കെയുള്ള ഒരു അന്തരീക്ഷം. അങ്ങനെ ഞാൻ ദേ എണീറ്റ് വരുമ്പോഴാണ് ഇവിടെ ഡോൺ തോമുനെ ഡിവൈനെ വിളിക്കാട്ടോ. വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ അച്ചാച്ചനെ ഇട്ടിട്ട് വട്ടം ചുറ്റിക്കുക നമ്മുടെ തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ മിണ്ടുമ്പോൾ ഇറങ്ങി ഓടിപ്പോയിട്ട് അവിടെ അടുത്ത് സേറയുടെ വീടുണ്ട്, സേറയുടെ കൂടെയാണ് ഇപ്പോൾ ഫുൾ ടൈം. അങ്ങനെ ഇതേ നമ്മുടെ ചാക്കോച്ചൻ വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ഇഷ്ടമായി, നിറച്ച് മരവും നല്ല തണവും നല്ല അന്തരീക്ഷമാണല്ലോ ഇവിടുത്തെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവിടെ. പിന്നെ അച്ചാച്ചനാണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഒളിച്ചുകളി ഓടിക്കളി അങ്ങനെയുള്ള കളികളും കാര്യങ്ങളായിട്ട് നിൽക്കണ കാരണം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഡോണിനും അതെ, ഡോൺ നാളെ പോവും. നാളെ രാവിലെ പോയി, അതായത് ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ ഓൾറെഡി അവൻ ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ കുറേ ലേറ്റായി വരാനായിട്ട്. പിന്നെ നാളെ പോയാലും മറ്റന്നാൾ ഉച്ചയിലത്തെ ഊണ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ കഴിഞ്ഞിട്ടോ ക്രിസ്മസിന് പിന്നെ നമ്മൾ പള്ളിയിൽ പോയി പാതിര കുർബാന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്ന് എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഉച്ചയിലത്തെ ഭക്ഷണമൊക്കെ കണക്ക് തന്നെയാണല്ലോ. അങ്ങനെ ഡോൺ ഇന്ന് രാവിലെ തന്നെ പോയി മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നാളെ ഇനിയിപ്പോൾ രാവിലെ പോണ കാരണം ആ ഒരു പണി ബാക്കി വയ്ക്കണ്ടെന്ന് വെച്ചിട്ട് മൂപ്പര് പോയിട്ട് ഞാനും ഡാഡി എണീക്കുന്നതിന് മുമ്പ് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പുട്ട് ബാക്കിയുണ്ടായിരുന്നു, ഇന്നലെ അല്ല മിനിഞ്ഞാന്നത്തെ പുട്ട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഡോണിന് ബ്രെഡും ബട്ടറും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും പുട്ടും. അപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജൊന്ന് കാലിയാക്കണം, ഇതുവരെ ഒതുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോടുകൂടി തുണികളൊക്കെ എടുത്ത് അകത്തേക്ക് ഇട്ടു. ഇത് ഞാൻ ഇന്നലെ മടക്കി വെച്ചതാണ്, ഇന്നലെ രാത്രി മടക്കി വെച്ചതാണ്. പക്ഷേ എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഇരുന്നോട്ടെ, ഡൗൺ കൊണ്ട് വെച്ചാലും ശരിയാവില്ല. അപ്പോൾ ഡിവൈൻ വന്നിട്ട് സമാധാനത്തിൽ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവിടെ തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ പോയി എൻ്റെ പിന്നാലെ പതിവ് പടി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ പണികളിലേക്ക് ഏർപ്പെടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് മുഴുവൻ ഒതുക്കി, മറ്റേത് ഡിവൈനും ഡിമ്പിളും ഒക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്യണം, അല്ലാണ്ട് ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ബോൺലെസ് ആക്കി കൊണ്ടുവന്നാൽ മതിയെന്ന്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കും. അല്ലെങ്കിൽ ഞാനും ഡോണും മാത്രമേ എല്ലുള്ള ഇറച്ചി കഴിക്കുള്ളൂ, ബാക്കി ആരും തൊടില്ല. അപ്പോൾ അങ്ങനെ തൊടില്ല എന്നല്ല, അവർക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളത് നല്ല വൃത്തിയിൽ, പ്രത്യേകിച്ച് നമ്മളുടെ മാർക്കറ്റിൽ ഇവിടെ കോഴി വാങ്ങിക്കുന്നിടത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് തരിക. അതായത് എല്ലുമെന്നുള്ള എല്ലാ ഇറച്ചി കഷ്ണങ്ങളും ഇങ്ങനെ അരിഞ്ഞ് കുത്തി മാറ്റി തരും. അപ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ വലിയ പീസുകൾ കറി വയ്ക്കാനും റോസ്റ്റ് ചെയ്യാനൊക്കെ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എല്ല് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വെട്ടി നുറുക്കി, വല്ലാണ്ട് എല്ലുള്ളത് ഞാൻ കൈയോടെ പട്ടിക്ക് കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കും. അല്ലാത്ത കുട്ടി എല്ലും മാങ്ങ് തവിട് അതൊക്കെ ഇടില്ല, അതൊക്കെ ഞാൻ ഒന്നിച്ചാക്കി അവിടെ വയ്ക്കും, വെള്ള കുമ്പളങ്ങിയിട്ട് വയ്ക്കുക, എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പോർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് ഞാൻ കുറച്ച് വേവിച്ചു, ബാക്കി ഞാൻ അങ്ങനെ തന്നെ ഫ്രീസറിലേക്ക് വെച്ചു. കാരണം ഈ ആഴ്ച കല്യാണവും ആഘോഷങ്ങളും ഈ മാസം മൊത്തം അങ്ങനെയാണ്. എന്നാലും നോയമ്പ് വിടുമ്പോൾ നമ്മൾ വാങ്ങിയില്ലെങ്കിൽ അതൊരു സങ്കടമല്ലേ. അങ്ങനെ ഞാൻ ബീഫ് കുറച്ചെടുത്ത് വേവിച്ചു, കട്ട്ലറ്റിലേക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്ത് വേവിച്ചു. ബാക്കി ബോക്സിലാക്കി ഞാൻ വെച്ച് ഫ്രീസറിൽ വെക്കാം. വേവിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവം എളുപ്പമാണ്. പക്ഷേ ഈ ആഴ്ച നമുക്കത് ചിലപ്പോൾ വേണ്ടി വരില്ല. ഇത് അതുപോലെ പോർക്കാണ്. അപ്പോൾ ഡിമ്പിളിന് മറ്റേ പോർക്ക് മറ്റേ നെയ്യ് കഷ്ണം ഇഷ്ടമല്ല, അപ്പോൾ അത് കണക്കാക്കി ഡാഡി വാങ്ങിയതാണ്. ഡിവൈൻ പിന്നെ പോർക്ക് തൊടില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ല് ഞാൻ പറഞ്ഞില്ലേ, എല്ല് കഷ്ണങ്ങൾ ഇതുമ്പോൾ ഇറച്ചിയൊന്നുമില്ല, ഫുൾ എല്ലാണ്. ഇതുമ്പോൾ കംപ്ലീറ്റ് അവരെടുത്ത് തരും. അപ്പം നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ വല്ലാണ്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസുകൾ സൂപ്പിലേക്കോ പാസ്റ്റയിലേക്കോ അല്ലെങ്കിൽ നൂഡിൽസിലേക്കോ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. ഇത് വലിയത് 2 ബോക്സിലുണ്ട്, ഇടത്തരം ഉണ്ട്, പിന്നെ എല്ലുണ്ട്, പിന്നെ മാങ്ങ തവിടുണ്ട്. വലിയ കോഴിയായിരുന്നു എന്ന് പറയുന്നുണ്ട്, 3 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു അത്ര. അപ്പോൾ ഇന്നലെ 99 രൂപ ഉണ്ടായിരുന്നുള്ളൂ കോഴിക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ ഡാഡിയോട് വാങ്ങിക്കാതെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇന്നിപ്പോൾ 112 അങ്ങടായി എന്ന് പറയുന്നുണ്ട്. എന്നാലും സാരമില്ല, ഇനി ഇവിടുത്തെ അങ്ങോട്ട് വില കൂടും, ക്രിസ്മസിൻ്റെ ദിവസം അടുക്കും തോറും ചിലപ്പോൾ വില കൂടുമായിരിക്കും. അപ്പോൾ അങ്ങനെ മീനിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്മീൻ ഉണ്ടായിരുന്നു, അയില ഉണ്ടായിരുന്നു,
പിന്നെ ഒരു വെട്ടുമീൻ ഒക്കെ നമുക്ക് നന്നാക്കിയിട്ടാണ് കൊണ്ടുവരാം. നമുക്ക് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്ന കവറുകളും കഴുകി ക്ലിപ്പിട്ട് വെച്ച് അതിൽ നിന്ന് വെള്ളം വാർന്ന് കഴിയുമ്പോഴാണ് ഞാൻ മറ്റേ ഹരിതയുടെ അവിടെ മറ്റേ ഇവിടേക്ക് മാറ്റി വയ്ക്കട്ടെ, പ്ലാസ്റ്റിക് കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തു വന്നപ്പോഴേക്കും സമയം ഒരു വിധമായി. അപ്പോൾ ഡാഡി എന്നെ പറഞ്ഞു ഇനി വെക്കേണ്ട, ഞാൻ പോയിട്ട് ഒരു ചോറ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഡാഡി ഉച്ചയ്ക്ക് പറഞ്ഞോടുകൂടി ചോറ് വാങ്ങിക്കൊണ്ടുവന്നു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു, മുട്ട മാത്രം പൊരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കിടന്നു. കാരണം എന്താ പറയുക, കുറേ നേരമായിട്ട് നിന്നിട്ടുള്ള പണികളല്ലേ. എനിക്കങ്ങനെ കുറേ നാളായിട്ട് അങ്ങനെ ഇറച്ചിയുടെയും മീൻ്റെയും പിന്നാലെ അങ്ങനെ സ്ഥിരമായിട്ട് നിന്നിട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം എനിക്ക് ആകെ കൂടിയിട്ട് ഇപ്പം എനിക്ക് അധിക ഭാഗം ഇങ്ങനെ കുറേ നേരം നിൽക്കാനും നിന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കിടന്നെണീറ്റ് കഴിഞ്ഞപ്പോൾ മറ്റേ ഹാൻഡ് വാഷ്, ലിക്വിഡ് വാഷ്, സോപ്പും പൊടി ഇതൊക്കെ പാത്രങ്ങളിലേക്ക് പകർത്താനായിട്ട് നിന്നു. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ വരുമ്പോൾ അവർക്ക് പിന്നെ അതെടുത്ത് ചെയ്യേ വേണ്ടു. അപ്പം നിങ്ങൾക്കറിയാമല്ലോ പകർത്തുന്ന പണികൾ ഒക്കെ എനിക്കുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതേ കരോള് വന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഇതേ ക്രിസ്മസായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവിടെ നിന്ന് ദൂരെ നിന്നുള്ള കൊട്ടും പാട്ടും മേളമൊക്കെ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു അന്തരീക്ഷം വരിക. അപ്പോൾ ഈ കൊട്ടും പാട്ടും കേട്ടപ്പോൾ ശരിക്കും മക്കളെ മിസ് ചെയ്തു കേട്ടോ, തോമോനെയും പാച്ചുനെയും ചാക്കോച്ചനെയും. കാരണം അവർക്കൊക്കെയാണ് ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ്. ഇതിപ്പോൾ ഞാനും ഡാഡിയും മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റ്. നമ്മളിത് കുറേ കേൾക്കുകയും കാണുകയും ചെയ്തു. പിന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ പിള്ളേരിത് കാണണം, അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യണത് നമുക്ക് കണ്ട് സന്തോഷിക്കണം, ഇതാണല്ലോ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഞാൻ ശരിക്കും വിഷമമായി എനിക്ക് കുട്ടികളെ മിസ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമൂനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഡിവൈൻ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി അത് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പാച്ചുവിൻ്റെ കാര്യം എനിക്കറിയില്ല, പാച്ചു പോയിട്ടില്ല എന്നാണ് തോന്നണേ കേട്ടോ. കാരണം ഇന്നലെ പോയപ്പോഴും വൈകി, പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് ചെറുതായിട്ട് പനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് എവിടെയും കൊണ്ടുപോയിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ കാരണം ഒന്നും പറയണ കേട്ടില്ല. അങ്ങനെ ഇവിടെ ഇവരൊക്കെ വന്ന് നല്ലൊരു ടീമായിരുന്നു കേട്ടോ, ഗേൾസും ബോയ്സും ഒക്കെ കൂടിയ ഒരു ടീമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തെങ്കിലും, പക്ഷേ എനിക്ക് ചോദിക്കാനായിട്ട് എനിക്കൊരു മടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല, കിട്ടിയ പോലെ ഞാൻ അങ്ങോട്ട് എടുക്കുക ചെയ്തേട്ടോ. അങ്ങനെ പോയപ്പോഴാണ് ഒരു മോൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോഴാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2 കൊല്ലം മുമ്പ് എന്നെ ഇഷ്ടമാകുന്നുണ്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് മിഠായും കൊണ്ട് വന്നതായി മോൻ, നമ്മളുടെ അടുത്തുള്ളതാണ്. അപ്പോൾ പാച്ചുകൂട്ടൻ. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് വലുതായി, പൊക്കമൊക്കെ വെച്ച് വലിയ ചെക്കനായി. അപ്പോൾ ഞാൻ പറയായിരുന്നു വലിയ മോനായി എന്ന് പറയായിരുന്നു ഞാൻ. അങ്ങനെ അവൻ ഇങ്ങോട്ട് വന്ന് മിണ്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല, ഒക്കെ ഈ ചുവപ്പും കുട്ടികളും ഒക്കെ അല്ലേ. പിന്നെ കുട്ടിയെ എവിടെ വെച്ച് കണ്ടാലും അതേട്ടോ അവൻ ഓടി വരും, നല്ലൊരു മോനാണ്. അങ്ങനെ ദേ അപ്പാപ്പൻ ഡാഡിയുടെ കൂടെ അങ്ങനെ ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ വേഗം അകത്തേക്ക് കയറിയിട്ടോ. അകത്ത് കയറിനോട് കൂടിയിട്ട് നമ്മുടെ ഡോൺ വന്നു. അപ്പോൾ ഡോൺ വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഡോണിനോട് കൊണ്ടുവരാൻ പറയാമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ടൊമാറ്റോ ഫ്രൈ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. പിന്നെ അതിനധികം നേരം വേണ്ടല്ലോ, വളരെ കുറച്ച് നേരം മതി. അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ടൊമാറ്റോ ഫ്രൈ. ഇന്നലെ ഞങ്ങൾ 4 ആളും കൂടിയിട്ട് ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിച്ചില്ലേ, അപ്പോൾ അവിടുത്തെ ടൊമാറ്റോ ഫ്രൈ ആണ് കേട്ടോ ഞാൻ ചെയ്തത്. അതായത് വലിയതായിട്ട് നുറുക്കിയിട്ടല്ല, കുനുകുനാന്ന് നന്നാക്കിയിട്ട്. അപ്പോൾ ഡോൺ കേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ, പ്ലം കേക്ക്. അപ്പോൾ സ്റ്റാഫിന് പിന്നെ വർക്ക്ഷോപ്പിലേക്കൊക്കെ കൊടുക്കണോട് കൂടിയിട്ട് നമ്മൾക്കും ഒരു കേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ അടുത്ത ടീം വന്നേക്കണു. ഈ എന്താ പറയുക, ക്രിസ്മസ് ഫാദർ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. തുള്ളി എന്താ പറയുക, പല തരത്തിലാണ് അവൻ്റെ ഡാൻസ് ആയിരുന്നത്. കുട്ടിയുടെ മുഖമൊന്നും എനിക്കറിയില്ല, പക്ഷേ അവന് മനസ്സിലാവും, ഈ കളിക്കുന്നവനറിയാം, പിന്നെ കൂടെയുള്ളവർക്കും അറിയാം ഞാനായിരുന്നു ഇതെന്നുള്ളത്. പക്ഷേ എനിക്ക് ആരാണെന്ന് എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണാൻ നോക്കിയപ്പോൾ താഴ്ത്ത് കിടന്നിട്ടായി അവൻ്റെ കളിയിട്ടാണ്. അങ്ങനെ കൊള്ളാം, എന്താ പറയുക, നല്ല മിടുക്കനായ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. അപ്പോൾ അങ്ങനെ അവനും കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം അവനും മറ്റു കൂടെ ഉണ്ടായിരുന്നവർ ഇങ്ങോട്ട് അകത്തേക്ക് അധികം കയറി വന്നില്ല കേട്ടോ. ഇവൻ മാത്രമാണ് അകത്തേക്ക് ഇങ്ങോട്ട് കയറി വന്നത്. അങ്ങനെ ആ ഒരു ടീമും കഴിഞ്ഞു. പിന്നെയും 2-3 ടീമുണ്ടായിരുന്നു, പിന്നെയും കൂടിയും സൈഡിൽ കൂടെയൊക്കെ വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ ടൊമാറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ പട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ, പുട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ലോണം സബോളയും പച്ചമുളകും കൂടിയിട്ട് ചോപ്പറിലിട്ടിട്ട് നല്ലോണം ചോപ്പ് ചെയ്യും. ഒരു 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട്, എന്നിട്ട് നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം അതിട്ട്
വേപ്പിലയിട്ട് ഇഞ്ചി ഇടണം. ഞാൻ പേസ്റ്റുള്ള കാരണം ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. ഉപ്പിട്ടിട്ട് നല്ലോണം മുരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ഓവനിൽ വെച്ചൊന്ന് സോഫ്റ്റാക്കും. എന്നിട്ടാണ് ഞാൻ അതിലിടാറ്. എന്നിട്ട് ഒഴിക്കാറ് ഞാൻ നമ്മുടെ ചായയിലയുടെ വെള്ളം കുറച്ച് ഒഴിക്കും കേട്ടോ. നല്ലതാണ്, ഒരു ചെറിയൊരു ടിപ്പാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ നമ്മളുടെ ഡ്രെയിനേജിലൊക്കെ ഒഴിക്കാനുള്ള മറ്റേ ലിക്വിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിമ്പിളുടെ ബാത്റൂമിൽ മറ്റേ വെള്ളം പോകണോടുത്ത് വാഷ് ബേസിനുകളിലൊക്കെ ഒഴിച്ചു. കാരണം ഡിമ്പിളുടെ ബാത്റൂമിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ യൂസ് ചെയ്യാത്തപ്പോൾ വേണത് ഒഴിക്കാനായിട്ട്. കാരണം അതിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു പുക പോലെ വന്നിട്ട് വീണ്ടും ഡ്രെയിനെക്സ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു വേഗം ചപ്പാത്തി ഉണ്ടാക്കാം. കാരണം പണികൾ ഇന്ന് എന്തോരെടുത്തിട്ടും കഴിയണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഡോൺ മുകളിൽ കയറി കഴിഞ്ഞ് ഡാഡിയും കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള സമയം കൊണ്ട് എനിക്ക് വേഗം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കായതുകൊണ്ട് ഒരൊറ്റ പാക്കറ്റ് ചപ്പാത്തി മതി, 10 എണ്ണം. അപ്പോൾ ആ സമയത്ത് ഡോൺ വണ്ടി കഴുകായിരുന്നു. നാളെ രാവിലെ പോകാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കം, കാറ് കഴുകലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് 3 ആൾക്ക് എടുക്കുക. അപ്പം ഞാൻ അവളെ ഗുഡ് നൈറ്റ് പറയുമ്പോൾ വാരി പൊക്കണതാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര മര്യാദക്കാരിയാണ് അവൾ, എല്ലാത്തിനും ഉണ്ട്. അപ്പം ഞാൻ ഗുഡ് നൈറ്റൊക്കെ പറയുമ്പോൾ അതിന് മറുപടി പറയണതാണ് ഈ വാരി പൊക്കിയിട്ട്. അപ്പം ഞാനത് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ അവരും സുഖമായിട്ട് അവരുടെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മുഴുവൻ ഒതുക്കിയിട്ടില്ല, കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ട് തന്നെയാണ് കിടക്കണത്. ഞാൻ വിചാരിച്ചു നാളെ കംപ്ലീറ്റ് A to Z അവസാനിപ്പിക്കാം. കാരണം ബാക്കിയുള്ള ഒരുവിധം പരിപാടികൾ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് കടന്നു. കിച്ചണിലും അതെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കണ്ടില്ലേ. മറ്റേ ചീനച്ചട്ടി അടക്കം ഞാൻ കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഒരു പ്ലേറ്റിലിട്ടു. അത് പിന്നെ 2 എടുത്തപ്പോൾ ഒരു പ്ലേറ്റ് കഴുകാണ്ട് ഒത്തു. അങ്ങനെ ഞാൻ മാക്സിമം അങ്ങനത്തെ സൂത്രപ്പണികളൊക്കെ നോക്കണ ആളാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഡാഡി ഇന്ന് മുറിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും മുറിക്കണ്ട, നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് മുറിക്കാം. കാരണം ഓൾറെഡി ഡോൺ ലുലുന്ന് മിനിയാന്ന് കൊണ്ടുവന്ന കേക്ക് ഫ്രിഡ്ജിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത് വേണ്ട, അത് പറഞ്ഞിട്ട് ഞാൻ കൂട്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ പിള്ളേരുകളില്ലാണ്ട് എന്തിട്ട് കേക്ക് മുറിക്കണേ. അങ്ങനെ ഞാൻ തുണികൾ കുറേ മടക്കാണ്ടായിരുന്നു. കുറച്ചല്ലേ ഞാൻ മടക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ മടക്കി. ആദ്യം ഞാൻ വിചാരിച്ചു അതാത് സ്ഥാനങ്ങളിൽ കൊണ്ട് വയ്ക്കാമെന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമയം കുറേ അതിക്രമിച്ചു. ഇനിയിപ്പോൾ ഓരോന്നും കൊണ്ട് വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും നേരം വൈകും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ എക്സ്പോർട്ടിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ലേറ്റാവും. ഞാൻ വിചാരിച്ചു വേണ്ട. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഞാൻ അതാ പറയാം, കുറേ വീഡിയോസ് എടുത്തില്ലായിരുന്നു. കുറച്ച് മണി പ്ലാന്റ് ഞാൻ ആ സൈഡിലൊക്കെ നിൽക്കണ്ടായിരുന്നത് നീളത്തിൽ ഞാൻ വെട്ടാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അക്കിക്ക് അവിടെ ചുറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഇതുപോലെ ഞാനിങ്ങനെ നീട്ടിയിട്ടേക്കണത് അക്കിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നീളന്നെയാവുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും ചുറ്റാനായിട്ട്, മറ്റേ കയറിൻ്റെ ഇതുണ്ടല്ലോ അത് ചുറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒക്കെ നാളെ വേണം വെട്ടാമെന്ന് വിചാരിച്ചിരിക്കണേ. അറിയില്ല, സൗകര്യം പോലെ വെട്ടിയാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെട്ടിയിട്ടിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഇല കൊഴിയുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ചെയ്ത പോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഞാനും ഡാഡി മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ കുട്ടികളാരും ഇല്ലാണ്ട് എന്താ പറയുക, എന്തോ പോലെ ഒരനക്കവും ഇല്ല. അപ്പോൾ എന്നാലും സാരമില്ല, എല്ലാവർക്കും അവരവരുടെ വീടുകളിലേക്ക് പോകണ്ടേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്താ പറയുക, ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. നാളെ അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമായി. അപ്പോൾ എല്ലാവരും നാളെ മാർക്കറ്റിൽ പോവുക, സാധനങ്ങൾ വാങ്ങിക്കുക, സുഭിക്ഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.